തൂൺ, പില്ലർ. എബ്രായ ഭാഷയിൽ മത്സേവാഹ് എന്നാണ് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ സ്റ്റുലോസ് എന്നും. ജ്ഞാപകസ്തംഭത്തിനും ആരാധനാശിലയ്ക്കും ഉപയോഗിക്കുന്ന എബ്രായ പദമാണ് മത്സേവാഹ്. യാക്കോബ് റാഹേലിൻ്റെ കല്ലറയിൽ ഒരു സ്മാരകശില നാട്ടി. അതിന് റാഹേലിൻ്റെ കല്ലറത്തൂൺ എന്നു പേരായി. ഉൽപ്പത്തി 35:20. ജീവനോടിരിക്കുമ്പോൾ തന്നെ സ്വന്തം പേർ നിലനിർത്താനായി അബ്ശാലോം ഒരു തൂൺ നാട്ടി അതിന് തൻ്റെ പേര് വിളിച്ചു. അത് അബ്ശാലോമിൻ്റെ ജ്ഞാപകസ്തംഭം എന്നറിയപ്പെട്ടു. 2 ശമൂവേൽ 18:18. മോശെ ഒരു യാഗപീഠവും 12 തൂണും പണിതു. പുറപ്പാട് 24:4. 12 എന്നുള്ളത് ഗോത്രസംഖ്യയാണ്. 12 ഗോത്രങ്ങളും ഏകമനസ്സോടെ യഹോവയെ ആരാധിക്കുന്നതിൻ്റെ അടയാളമാണിത്. സമാഗമന കൂടാരത്തിൽ 4 ഖദിര സ്തംഭങ്ങളിന്മേലാണ് അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന തിരശീല തൂക്കിയിട്ടിരിക്കുന്നത്. പുറപ്പാട് 26:32. കൂടാരവാതിലിനുള്ള മറശീല തൂക്കിയിട്ടിരുന്നതും ഖദിരമരം കൊണ്ടുള്ള 5 തൂണുകളിലായിരുന്നു. പുറപ്പാട് 26:37. ശലോമോന്റെ ദൈവാലയത്തിൻ്റെ പ്രവേശന ദ്വാരത്തിങ്കൽ 2 വലിയ താമ്ര സ്തംഭങ്ങൾ ഉണ്ടായിരുന്നു. വലത്തെ സ്തംഭത്തിന് യാഖീൻ എന്നും ഇടത്തെ സ്തംഭത്തിന് ബോവസ് എന്നും പേർ. 1 രാജാക്കന്മാർ 7:15-22 വരെ. മശിഹയുടെ വാഴ്ചയിൽ മിസ്രയീം ദേശത്തിൻ്റെ അതിർത്തിയിൽ യഹോവയ്ക്ക് ഒരു തൂൺ ഉണ്ടായിരിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചു. യെശയ്യാവ് 19:19. അന്യദേശങ്ങളിൽ യഹോവയുടെ നാമം അംഗീകരിക്കപ്പെടുന്നതിൻ്റെ സൂചന ഇതിലുണ്ട്. മിസ്രയീമിൽ സൂര്യദേവന്റെ തൂണുകൾ നശിപ്പിക്കപ്പെടുമെന്ന് യിരെമ്യാവ് പ്രവചിച്ചു. 43:13. POC ബൈബിളിൽ അവൻ ഈജിപ്തിലെ സൂര്യക്ഷേത്രത്തിൻ്റെ സ്തൂപങ്ങൾ തകർക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തുശില്പത്തിൽ ഒരു പ്രധാന സ്ഥാനം തൂണുകൾക്കുണ്ട്. ആദിമകാലത്ത് കൂടാരങ്ങൾ കെട്ടിയിരുന്നത് തൂണുകളിലായിരുന്നു. അതിൽ നിന്ന് വികസിച്ചു വന്നതാണ് സ്തംഭ മണ്ഡപങ്ങൾ. ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു മണ്ഡപത്തിന് സ്തംഭ മണ്ഡപം എന്നാണ് പേര് പറയുന്നത്. ഹാൾ ഓഫ് പില്ലേഴ്സ്. 1 രാജാക്കന്മാർ 7:6. ലെബാനോൻ വനഗൃഹത്തിൻ്റെ മുകളിലത്തെ മുറികൾ നിർമ്മിച്ചത് തൂൺ നിരകൾക്ക് മുകളിലായിരുന്നു. 1 രാജാക്കന്മാർ 7:3. പാർസി രാജധാനിയിലെ ഉദ്യാന പ്രാകാരത്തിൽ അലങ്കാരമായി വെൺകൽ തൂണുകൾ ഉണ്ടായിരുന്നു. എസ്തേർ 1:6. ജ്ഞാനമായവൾ പണിത വീടിന് 7 തൂണുണ്ട്. സദൃശവാക്യം 9:1. ശിംശോൻ ദാഗോന്റെ ക്ഷേത്രത്തിൻ്റെ തൂണുകളെ തള്ളിയിട്ടു. ന്യായാധിപന്മാർ 16:23-30 വരെ. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. ഉൽപ്പത്തി 19:26. മരുഭൂമി പ്രയാണത്തിൽ ഇസ്രായേലിന് മുമ്പായി യഹോവ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും പോയിക്കൊണ്ടിരുന്നു. പുറപ്പാട് പുസ്തകം 13:21-22 വാക്യങ്ങൾ. 14:19. അപ്പോസ്തലനായ യോഹന്നാൻ ദർശനത്തിൽ കണ്ട ദൂതന്റെ കാൽ തീത്തൂൺ പോലെയായിരുന്നു. വെളിപ്പാട് 10:1. യഹോവയുടെ ദിവസത്തിൽ ആകാശത്തിലും ഭൂമിയിലും കാണപ്പെടുന്ന അത്ഭുതങ്ങളാണ് രക്തവും തീയും പുകത്തൂണും. യോവേൽ 2:30. ബൈബിളിലെ പദ്യപുസ്തകങ്ങളിൽ ആകാശത്തെയും ഭൂമിയെയും താങ്ങി നിർത്തുന്ന തൂണുകളുടെ മനോഹരമായ വർണ്ണനയുണ്ട്. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും തൂണുകൾ കുലുങ്ങുന്നതായി ഇയ്യോബിലും 9:6, 26:11, ഭൂമിയുടെ തൂണുകൾ ഉറപ്പിക്കുന്നതായി സങ്കീർത്തനത്തിലും 75:3 ഇവിടെയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ശക്തിയുടെയും ഉറപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ തൂണ് മനുഷ്യൻ്റെയും അവൻ്റെ അവയവങ്ങളുടെയും ഉപമാനമാണ്. ഉത്തമഗീതത്തിലെ പ്രിയൻ്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തൂണാണ്. ഉത്തമഗീതം 5:3. യിരെമ്യാ പ്രവാചകനെ ദൈവം സർവ്വദേശത്തിനും ഇരുമ്പ് തൂണാക്കി. 1:18. സഭയെന്ന മന്ദിരത്തിൻ്റെ തൂണുകളാണ് മൂപ്പന്മാർ. യെരുശലേം സഭയിലെ തൂണുകളായി എണ്ണപ്പെട്ടവരാണ് യാക്കോബും കേഫാവും യോഹന്നാനും. ഗലാത്യർ 2:9 ഒരു സ്ഥലം സഭ
സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. 1 തിമോത്തിയോസ് 3:15 ഫിലദൽഫിയ സഭയ്ക്കുള്ള എഴുത്തിൽ ജയിക്കുന്നവനുള്ള വാഗ്ദത്തമാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും എന്നത്. വെളിപ്പാട് പുസ്തകം 3:12